എക്സാം കാപ്സ്യൂൾ. കേരള PSC നടത്തുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയുടെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി വിഭാഗത്തിലെ ചോദ്യങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കണമെന്ന് വിവരിക്കുന്നു പയനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാദമിക് കോർഡിനേറ്ററും കരിയർ വിദഗ്ധനുമായ അശ്വിൻ വിഷ്ണു CR. മുൻപ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കെമിസ്ട്രിയുടെ സിലബസിനെ പറ്റിയുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നു. അത് നോക്കുകയാണെന്നെങ്കിൽ മൊഡ്യൂൾ 2 ക്രൊമാറ്റോഗ്രഫി, അതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ ക്രൊമാറ്റോഗ്രഫിയെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്? ഒരു 3 കോമ്പോണൻ്റ് ഒരു മിക്സറിൽ ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അത് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ സബ് കാറ്റഗറി ആയിട്ട് നോക്കുന്ന സമയത്ത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, സ്പെക്ട്രോസ്കോപ്പി എന്താണ് എന്നൊക്കെ തരത്തിൽ വരുന്ന സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വരുന്നത്. മോളിക്കുലാർ വൈബ്രേഷൻ ആൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ഇൻ കാർബൺ ഡയോക്സൈഡ് ആൻഡ് H2O, ഇതൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് ഈ ഒരു മൊഡ്യൂൾ വരുന്നത്. ഈ കെമിസ്ട്രിയുടെ പാർട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിനേഷന് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് മുഴുവൻ വന്നിട്ടുള്ളത് എന്താണ്? തിയററ്റിക്കൽ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ മൊഡ്യൂൾ 3 കടക്കുകയാണെങ്കിൽ കെമിസ്ട്രിയുടെ മൊഡ്യൂൾ 3 എൻവിയോൺമെന്റൽ, വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്തൊക്കെയാണ് ഡിഫറെൻ്റ് എനർജി സോഴ്സുകൾ, അതിനുണ്ടാവുന്ന പൊല്യൂഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു മൊഡ്യൂളാണ് ഈ 3rd മൊഡ്യൂൾ തന്നിരിക്കുന്നത്. ദെൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എയർ പൊല്യൂഷനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് എന്തൊക്കെ? ഓസോൺ ഡിപ്ലീഷൻ, ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, പൊല്യൂട്ടൻസ്, അതിൻ്റെ സോഴ്സുകൾ എവിടെ നിന്നാണ് ഈ തുടങ്ങിയിട്ട് ഓസോൺ ഡിപ്ലീഷൻ വരെ എത്തുന്നത്, ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആക്ച്വലി അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിനേഷനിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താ ഓസോൺ ഡേ എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉൾപ്പെടെ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. ദെൻ അതിൻ്റെ വാട്ടർ പൊല്യൂഷൻ നെക്സ്റ്റ് സബ് ടോപ്പിക് അത് പറയുന്നതിന് വൈഡ് ഏരിയ ആണ്. നോക്കുന്ന സമയത്ത് വൈഡ് ഏരിയ ആണ്. വാട്ടർ ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ ഉണ്ട്. അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്ന് പഠിക്കണം. ദെൻ ഇൻഡസ്ട്രീസിൽ വരുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ്, ടെക്സ്റ്റൈൽ, പെട്രോ കെമിക്കൽസ്, അവിടെയൊക്കെ വരുന്ന വാട്ടർ ട്രീറ്റ്മെന്റ് ആൻഡ് പ്യൂരിഫിക്കേഷൻ, റിവേഴ്സ് ഓസ്മോസിസ്, അയൺ എക്സ്ചേഞ്ച്, എങ്ങനെയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കുകൾ റിലേറ്റ് ചെയ്തിട്ട് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ അടുത്ത സബ് ടോപ്പിക് വരുന്നത് എനർജി ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന കാര്യമാണ്. അത് നമ്മൾ ടോപ്പിക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. കുഞ്ഞു ക്ലാസ്സുകൾ മുതൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. കോൾ, പെട്രോൾ, നാച്ചുറൽ ഗ്യാസ്, ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ, സണ്ണിൽ നടക്കുന്നതും സോളാറിൽ നടക്കുന്നതും പിന്നെ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നടക്കുന്നതും ഇതൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളില്ലേ, അതാണ് ഇത് ഈ ഭാഗത്തു നിന്ന് വരുന്നത്. യുറേനിയം 235 റിലേറ്റ് ചെയ്തുകൊണ്ട് ഏതാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. തൊട്ടു പിന്നെ നമ്മൾ പറഞ്ഞില്ല ഓസോൺ ഡേ എന്താണ്, ആ തരത്തിലുള്ള ക്വസ്റ്റ്യങ്ങൾ നമുക്ക് കയറി വന്നിട്ടുണ്ട്. ദെൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോളാർ എനർജി, ഹൈഡ്രജൻ, ജിയോ തെർമൽ, ടൈഡൽ, ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ നോക്കുന്ന സമയത്ത് ന്യൂക്ലിയർ പൊല്യൂഷൻ, ആ ന്യൂക്ലിയർ വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, ആ ന്യൂക്ലിയർ ഡിസാസ്റ്റേഴ്സ് എങ്ങനെയായി മാറും, അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ലാസ്റ്റ് സെക്ഷനിലോട്ടേക്ക് വരുന്നത്. ദെൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ബാറ്ററി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വർക്കിംഗ് ഓഫ് ലിഥിയം അയോൺ ബാറ്ററി, നമ്മൾ മൊബൈലിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ബാറ്ററി ഇല്ലേ, ആ സാധനമാണ് ഈ ലിഥിയം അയോൺ ബാറ്ററി. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ല്, ഇതൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് ക്വസ്റ്റ്യൻസ്. എന്ന് വെച്ചാൽ എന്താ, എന്തെല്ലാമാണ് ഡിഫറെൻ്റ് എനർജി സോഴ്സുകൾ, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എങ്ങനെയൊക്കെയാണ്, ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് കെമിസ്ട്രിയിൽ നിന്ന് വരുന്നത്. എന്ന് വെച്ചാൽ ലെസ് ദാൻ ഒരു 5% മാത്രമേ ന്യൂമറിക്കൽ വരാൻ കെമിസ്ട്രിയിൽ നിന്ന് സാധ്യതയുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ എന്താണ്, തിയറി ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയിലെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി വിഭാഗം ചോദ്യങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കാമെന്ന് വിശദമാക്കിയത് കരിയർ വിദഗ്ധൻ അശ്വിൻ വിഷ്ണു CR. ഈ വിഭാഗത്തിലെ കൂടുതൽ മുൻകാല ചോദ്യങ്ങൾ അടുത്ത എക്സാം ക്യാപ്സ്യൂളിൽ കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.